സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. ആഗോള സഭയിലെ ഈ 29ാമത്തെ ആഴ്ചയിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. നമ്മൾ ചിന്തിച്ചിന്നലെ 29 എന്ന് പറഞ്ഞു. കാരണം 33 കഴിഞ്ഞ് പിന്നെ ക്രിസ്തുരാജൻ്റെ തിരുനാളാണ്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുരാജൻ്റെ തിരുനാൾ ഓർക്കുക. അപ്പം നമ്മളുടെ ജീവിതം അതിനു മുമ്പ് എപ്പോഴെങ്കിലും ഈ ലോകത്തിൽ നിന്ന് തീരുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും റെഡിയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഴ്ചകൾ എണ്ണിപ്പോകുന്നത്. സങ്കീർത്തനം 90 പറയും, കർത്താവേ എൻ്റെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ എന്നെ പഠിപ്പിക്കണമേ. ഇന്ന് ഈ നിമിഷമായിരിക്കാം നമ്മൾ മരിക്കുന്ന, അടുത്ത നിമിഷമായിരിക്കാം, നാളെ ആയിരിക്കാം, നമുക്കറിയില്ല. നമ്മളുടെ ജീവിത നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആരും അതിനുവേണ്ടി ശ്രദ്ധിക്കണമെന്നില്ല. നമുക്ക് വേണ്ടി മറ്റാരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് നാം വിചാരിക്കരുത്. നമ്മളുടെ ആത്മരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. എന്ന് പറഞ്ഞാൽ ദൈവമാണ് രക്ഷകൻ. ആ ദൈവവുമായിട്ട് ഒന്നായി തീരാനുള്ള ഒരു വിളി വ്യക്തിപരമായി നമുക്കുണ്ട്. ഇപ്പം നമുക്ക് കുടുംബമായിരിക്കാം, മാതാപിതാക്കളോ ജീവിത പങ്കാളിയോ മക്കളോ ബന്ധുക്കളോ ഒക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം. പക്ഷേ യേശു പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിട്ടുകളയും എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആരും നമ്മളെ ഓർക്കാതെ ദൈവം മാത്രമേ നമുക്ക് സഹായത്തിനുള്ളൂ എന്നൊരവസ്ഥയുണ്ട്. അതെല്ലാ മനുഷ്യർക്കുണ്ട്. ആണ് യോഹന്നാൻ 14:18 യേശു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതെ, ദൈവം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷ, അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അത് പൗലോസ്ലീഹ എന്ന എഫേസസിൽ 2-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വായന നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തുടർന്ന് എഫേസസ് ലേഖനമാണ്. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മളെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഈ വചനം പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ഇപ്പോൾ നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ 3 കാര്യം ഇന്നലെയൊക്കെ ചിന്തിച്ചാൽ നമ്മുടെ ആത്മാവുണ്ട്. അതായത് നമ്മുടെ വെറും ശരീരവും മനസ്സും മാത്രമല്ല, നമുക്ക് ആത്മാവുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതം വെറുതെ ഈ ലോകത്തിൽ അനേകർ ജീവിക്കുന്നത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾ മാത്രം സാധിച്ചുകൊണ്ടാണ്. അങ്ങനെ അവർക്ക് ദൈവത്തെക്കുറിച്ചോ സ്വന്തം ആത്മാവിനെ കുറിച്ച് ഒരു ചിന്തയില്ല. അങ്ങനെ കുറേയധികം ആൾക്കാരുണ്ട്. എല്ലാ മനുഷ്യനിലും ഉണ്ട്. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും എല്ലാ ജാതി ജനതയിലും ഉണ്ട് ഈ ആത്മാവ്. എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പോൾ ആ ആത്മാവിനെ മരിച്ചു കഴിയുമ്പോൾ ഈ ശരീരം മണ്ണാകും, ആത്മാവാണ് നിത്യതയിലേക്ക് ദൈവത്തോടൊപ്പം. നമ്മൾ ചിന്തിച്ചു, അതിലേക്ക് ഞാൻ പോകുന്നില്ല വീണ്ടും. അപ്പം ആ ഒരു ആത്മീയ മേഖല ദൈവസന്നിധിയിൽ എത്താനായിട്ടാണ് ദൈവം എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ദൈവം നമ്മളുടെ ജീവിതമായിട്ട് ഇടപെടുമ്പോൾ ഒറ്റ ചിന്തയേ ഉള്ളൂ, നമ്മുടെ ആത്മാവ് ദൈവസന്നിധിയിൽ തിരികെ, അല്ലെ പർദീസായിൽ നിത്യതയിൽ തിരികെ എത്തണം. ദൈവത്തിനൊരൊറ്റ ചിന്ത അത് മാത്രമാണ്. ഇടയ്ക്ക് ഓർപ്പിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ രാവിലെ സ്കൂളിൽ പോയാലില്ല, അവരൊന്ന് വീട്ടിലെത്തുന്നവർ നമ്മുടെ മനസ്സിന് സ്വസ്ഥതയില്ല. എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇതുപോലെ തന്നെയാണ് ദൈവം. പലപ്പോഴും ചിന്ത നമ്മുടെ ഓർത്ത് കരയുന്നൊരു ദൈവമാണ്. ജെറമ്യാ 13 പറഞ്ഞില്ലേ, നിങ്ങൾ അടിമത്തത്തിലേക്ക് പോകിയാൽ ഞാൻ ഉള്ളൊരുക്കി കരയും. നിങ്ങളെ അന്വേഷിക്കുമ്പോൾ നിങ്ങളെ കാണാതെ വന്നാൽ ഞാൻ അന്വേഷിക്കും, ഉള്ളൊരുക്കി കരയും. ഒരാത്മാവ് നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് ഓർക്കുമ്പോൾ നമുക്ക് വീട്ടിലെ നമ്മുടെ മാനുഷ്യമണിന്തിരിക്കാൻ നമുക്ക് 5 മക്കളല്ലേ, ഇന്നത്തെ കാലത്തൊക്കെ 2 മക്കളാണെങ്കിൽ പോലും ഒരാൾ നശിച്ചു പോയാൽ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റും? ഇല്ല. ഒരാൾ നല്ലതായിട്ട്, പക്ഷെ നമുക്ക് ആ നല്ലതായിട്ട് ജീവിക്കുന്ന ആളേക്കാൾ കൂടുതലായിട്ട് നാശത്തിലേക്ക് വന്ന ഒരാളെ ഓർത്ത് എപ്പോഴും നമ്മൾക്ക് ദുഃഖമായിരിക്കും. ദൈവത്തിന് ഇത് തന്നെയാണ്. നമുക്ക് 5 മക്കളെന്ന് പറഞ്ഞാൽ ഇന്ന് 5 കോടിയോ 50 കോടിയോ 500 കോടിയോ ജനത ലോകത്തിലുണ്ടെന്ന് പറയുമ്പോൾ ദൈവത്തിന് അത് എല്ലാവരെയും അറിയാം. എല്ലാവരുടെയും കാര്യങ്ങളെ അറിയുന്ന ഒരമ്മ തൻ്റെ മക്കളെയൊക്കെ അറിയുന്നത് പോലെ ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് ഓരോരുത്തരെയും അറിയുന്നു. ഇതിൽ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ 6:39 6:39 ജോൺ 6:39
പിതാവേ, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ എല്ലാവരെയും അന്ത്യദിനത്തിൽ ഞാൻ ഉയർപ്പിക്കണമെന്നാണ് പിതാവിൻ്റെ ഹിതം. ഈശോ ആവർത്തിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഈ അന്ത്യവിധിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേ പേര് ഇങ്ങനെ ഇടത്തുവശത്തേക്ക് പോകാൻ വേണ്ടി കർത്താവ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇല്ല, അത് അവസാന കൈയാണ്. അന്ത്യവിധി എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരാൻ താമസിക്കുന്നത്. ഇപ്പോൾ കരുണയുടെ കാലഘട്ടമാണ്. മരിച്ചുവരെ പോലെ നിനക്ക് ചിന്തിച്ചില്ലേ, സഭയുടെ കത്തോലിക്ക സഭയുടെ കാഴ്ചപ്പാട് വിജയസഭയും സഹനസഭയും സമരസഭയും. അപ്പോൾ വിജയസഭയിൽ വിശുദ്ധരുണ്ട്, സഹനസഭയിൽ ഇവിടെ ഭൂമിയിൽ നിന്ന് കടന്നുപോയ വിശുദ്ധിയില്ലാതെ കടന്നുപോയ ഇപ്പോഴും വിശുദ്ധീകരണം നടക്കുന്ന ശുദ്ധീകരണ സ്ഥലം സോൾസ് ഇൻ പെർഗട്ടറി, അല്ലെങ്കിൽ സഭയുടെ കാഴ്ചപ്പാട് രണ്ടാമത്തെ തലമായ വിജയസഭയും സഹനസഭയും. സഹനമാണ് അവർക്ക്. കാരണം എന്താ? അവർക്ക് ഈ ലോകത്തിൽ സഹനത്തിന് കുറവ് വന്നവരാണ്. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ സഹനത്തിന് കുറവ് വന്നവരാണ്. യേശുവിൻ്റെ സഹനം നോക്കിയ കാൽവരിക്കുരിശിൽ യേശുവിൻ്റെ മുഴുവനും സഹനമായിരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ അവസാന രക്ഷാകരമായ പ്രവൃത്തി അവിടുന്ന് സഹിക്കുകയാണ് മനുഷ്യവർഗം മുഴുവനും വേണ്ടിയും. നമുക്ക് വന്ന കുറവിനെ ഇല്ലാതാക്കാൻ വേണ്ടി. പക്ഷേ അതുപോലും മനസ്സിലാക്കാതെ യേശുവിനെ പോലെ ഉൾക്കൊള്ളാതെ മരിച്ചുപോയവരുണ്ട്. സോൾസ് ഇൻ പെർഗട്ടറി, ചർച്ച് പെനിറ്റന്റ്. അപ്പോൾ നമ്മളെ ജീവിക്കുന്ന ഭൂമി നമുക്കാണ്. ഇന്നോർക്ക് മരിച്ചുപോയ വിശുദ്ധരായവർക്കെന്ന് ശരീരമില്ല, ആത്മാവായിട്ട് മാറി. ശുദ്ധീകരണത്തിൽ സോൾസ് ഇൻ പെനിറ്റന്റ്, ശുദ്ധീകരണത്തിൽ രണ്ടാമത്തെ തലമായ അവർക്കും ശരീരമില്ല, അവരും ആത്മാവായിട്ട് മാറി. യേശുക്രിസ്തു മരിച്ചുയർത്ത ഇന്ന് ഭൂമിയിലെ ശരീരം യേശുവിന് ആത്മീയ ശരീരമാണ്. ശരീരമുള്ളത്, ഭൗമികമായ ശരീരമുള്ള ഭൂമിയിൽ ജീവിക്കുന്ന സമരസഭയിലായ നമുക്ക് മാത്രമാണ് ശരീരമുള്ളത്. അപ്പൊ ഇന്ന് ഈ ശുദ്ധീകരണത്തിലുള്ള ആത്മാക്കൾക്ക് അവരുടെ ശരീരത്തിലാണ് അവർ പാപം ചെയ്തത്. ശരീരത്തിലായിരുന്നു പരിഹാരം ചെയ്യേണ്ടിയിരുന്നത്. കാരണം ദൈവവചനം പത്രോസിലിയ പറയുന്ന ഇങ്ങനെയാണല്ലോ, 1 പത്രോസ് 4:1, ശരീരത്തിൽ പീഡനമേറ്റ് ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. ശരീരത്തിലാണ് ദൈവം ശരീരം എടുത്തു വന്നതിനാണ്. ആത്മാവായ ദൈവം ശരീരം എടുത്തു വന്നത് ശരീരത്തിൽ അങ്ങ് സഹിക്കാൻ. ഈശോമിശിഹായുടെ അതിദാരുണമായ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ സഹിക്കാൻ ഇനിയും ബാക്കിയൊന്നുമില്ല. മനുഷ്യവർഗം മുഴുവന് വേണ്ടി ശരീരത്തിൽ സഹിച്ചുകൊണ്ട് പരിഹാരം ചെയ്യണം. അപ്പൊ ആ സഹനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി, കൃപ നൽകി എന്ന് യോഹന്നാൻ 1:12 പറയുന്നുണ്ട്. എന്നാൽ അനേകരെ അവനിൽ വിശ്വസിക്കാതെ സ്വന്തം കഴിവിലും ധനത്തിലും പ്രൗഢിയിലും വാശി വൈരാഗ്യത്തിലൊക്കെ ആയിട്ട് ജീവിച്ച് മരിച്ചുപോയ ആത്മാക്കളെ ശരീരം മണ്ണായി കഴിഞ്ഞപ്പോൾ ഇനി അവർ ശരീരത്തിൽ സഹിക്കാനായിട്ട് സാധ്യതയൊന്നുമില്ല. ഇനി പറഞ്ഞു യേശുവിന് ശരീരമില്ല ഇനി സഹിക്കാൻ. എബ്രായർ 9 പറഞ്ഞു അവൻ വീണ്ടും വരും. അവൻ ഈ ശരീരത്തിൽ അവൻ മഹത്വ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെയാണ് അവൻ വരും. അത് പാപപരിഹാരാർത്ഥമല്ല, കൂട്ടിക്കൊണ്ടുപോകാൻ വരും. തന്നെ കാത്തിരിക്കുന്നവരെ 10 കന്യകമാർ 5 പേരെ കൂട്ടിക്കൊണ്ടുപോകാൻ പോയതുപോലെ ഈ ഒരു മേഖലയുണ്ട്. നമ്മൾ അറിയണം. ചുമ്മാ ഇങ്ങനെ ഉഴപ്പി നടന്നിട്ട് കാര്യമൊന്നുമില്ല. ലോകത്തിൻ്റെ ഒന്നും നമ്മളെ ഇന്നത് പറയുകയാണ്. ഇന്നത്തെ സുവിശേഷം മുഴുവൻ നമ്മളെ വചനം ഓർപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ പണമോ പേരോ പ്രശസ്തിയോ കുടുംബ മഹിമയോ സൗന്ദര്യമോ ഒരു പ്രയോജനവുമില്ല. ഒറ്റ വാക്കിൽ ഈശോ യോഹന്നാൻ 6:63 പറഞ്ഞില്ലേ, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഈ ശരീരം മണ്ണായി തീരേണ്ടതാണ്. നമ്മുടെ അവൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ തേജസ്കരിക്കപ്പെട്ട ഒരു ആത്മീയ ശരീരവുമായിട്ടാണ് നമുക്കൊരു ശരീരം അവൻ തരും. അത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം എല്ലാവരും അവനെ പോലെ ആയിത്തീരും. ആർക്കും ആരെയും കണ്ടാൽ അറിയത്തില്ല. ഈ ഭൂമിയിലെ ശരീരമൊന്നുമല്ല. ദൈവപിതാവ് നമ്മളെ കാണുമ്പോൾ യേശുവിനെ പോലെ നമ്മളിരിക്കുക. അതുപോലെ ശരീരമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ യോഗ്യത അല്ല, അവിടുത്തെ കൃപ എന്ന് പറയുന്നത്. ഇന്ന് പൗലോസ്ലീഹ ഓർപ്പിക്കുന്നതാണ് രക്ഷ ദൈവിക ദാനം. അവിടെ പറയുന്നതാണ് പണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ജീവിതം 3 തലമാണ്, ശരീരവും മനസ്സും ആത്മാവും. പക്ഷെ ഭൂരിഭാഗം പേർ ഈ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയാണ്. എന്ന് പറയുമ്പോൾ സമ്പത്ത് വേണം, മറ്റാരും എന്തായാലും കുഴപ്പമൊന്നുമില്ല. ധനവാൻ ഭൂമിയിൽ, ധനവാന്റെ ലാസന്റെ സംഭവം ഭൂമി ചോദിച്ച പോലെ പാവപ്പെട്ട മനുഷ്യൻ ഒരു ചിന്തയില്ല. എൻ്റെ സ്വന്തം കാര്യം ചിന്താബാധം, എൻ്റെ കാര്യം എങ്ങനെയെങ്കിലും നടക്കണം. മറ്റാരെ ഇടുക്കി താഴ്ത്തിയിട്ടാണെങ്കിലും മറ്റുള്ളവർ മരിച്ചു പോയാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നടക്കണമെന്ന ആ ഒരു ചിന്ത.
അത് നരകത്തിലേക്കുള്ള വഴിയാണ്. അത് നരകത്തിലേക്കുള്ള വഴിയാണ്. യേശു വന്നിട്ട് എന്താ സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചത്? യേശു ഈ ഭൂമിയിൽ ഒന്നും സ്വന്തമാക്കിയില്ല. അവനെ കണ്ടപ്പോൾ അവനാ തച്ചൻ്റെ മകനല്ലേ, അവനെ കീറത്തുണിയൊക്കെ കൊടുത്ത് നടക്കുന്ന ആ പടം ഒരു ഉടുപ്പേ ഉള്ളൂ. അവനാണ് വരാനിരിക്കുന്ന ക്രിസ്തു. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളിന്ന് അതുപോലെയാണ്. ലോകത്തിന്റെ പണവും പ്രൗഢിയും പ്രതാപവും പേരും പ്രശസ്തിയും ഉള്ളവരെയൊക്കെ അവരുടെ പിന്നാലെ പോകും. നമ്മൾ എന്ത് രീതിയിലാട്ടെ, ഏത് രീതിയിലൊക്കെ ആട്ടെ, നമ്മൾ അവരെ അനുകരിക്കാൻ ശ്രമിക്കും. പ്രിയമുള്ളവർ, യേശു ഈ ലോകത്തിൽ ഒന്നും സ്വന്തമാക്കിയില്ല. കാരണം യോഹന്നാസിലെ പറഞ്ഞില്ല, ഈ ലോകത്തെയോ ഇതിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്, അതെല്ലാം സാത്താൻ കൈവശം വെച്ചിരിക്കാം. അപ്പോൾ ലോകത്തെയോ അതിൻ്റെ വസ്തുക്കളെയോ പണമോ പേരോ പ്രതാപമോ കുടുംബ മഹിമയോ പിന്നെ നമ്മൾ ഈ പറയുന്ന വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യവും ഞാൻ മാത്രമേ സ്വാർത്ഥത, അത് പൈശാചികമാണ്. അവിടെ നമുക്ക് ദൈവമായി നമ്മുടെ ആത്മാവ് നിത്യമായ നാശത്തിലേക്ക് പോകും. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം. ഈ 29ാമത്തെ ആഴ്ചയിൽ കടന്നു പോകുമ്പോൾ ഏതൊരു അടുത്ത് വന്ന് ഇനി 2-3 ആഴ്ച കൂടെ ഉള്ളൂ, 4 ആഴ്ച കൂടെ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിന് അധികം നാൾ ഉണ്ടാവണമെന്നില്ല. ചിന്തിക്കേണ്ട സമയമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ഇവിടെ പൗലോസ് ഓർപ്പിക്കുന്നതാണ്, അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീക്ഷനല്ലേ. പൗലോസ് പറഞ്ഞല്ലേ, നിങ്ങളുടെ പോരാട്ടം ഈ ലോകത്തിന്റെ അധിപന്മാർക്ക് അന്തരീക്ഷത്തിലെ സ്വർഗീയ ഇടങ്ങളിൽ പോലും തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് നിങ്ങൾ പോരാടുന്നത്. പണ്ട് നമ്മൾ അതിൻ്റെ അടിമയായിരുന്നു. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ, അവർക്ക് ആത്മാവിനെ കുറിച്ച് പറയുന്നില്ല അവിടെ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മൾ മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചു. എല്ലാം ക്രിസ്തുവിലൂടെയാണ്. വിശുദ്ധ കുർബാനയിൽ, ലത്തീൻ കുർബാനയിൽ നമ്മൾ പറയാറുണ്ടല്ലേ, ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ. അതെ, നമ്മുടെ രക്ഷ അങ്ങനെയാണ്. ക്രിസ്തു നമ്മളെ ഉള്ളിൽ, അവൻ നമ്മളെ സ്നേഹിച്ചു. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ദൈവം നമ്മളെ സ്നേഹിക്കും, പക്ഷെ നമ്മുടെ പാപം മൂലം ദൈവസന്നിധിയിലേക്ക് വരാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് ക്രിസ്തു മനുഷ്യനായി വന്നുകൊണ്ട് നമ്മളെ പോലെ ഇന്ന് ചിന്തിച്ച് എബ്രായർ 4, അവൻ നമ്മളിൽ ഒരുവനെ പോലെ എല്ലാ പ്രലോഭനങ്ങളും പരീക്ഷകളും അവനും ഉണ്ടായി. നമ്മളിൽ ഒരുവനായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് പാപികളെ തേടി വരുന്ന, പാപികളായി നമ്മളെ സ്നേഹിച്ചുകൊണ്ട് അവൻ നമ്മളെ പിതാവിൻ്റെ ഉള്ളിലാണ്. യോഹന്നാൻ 14:20 നമ്മൾ ദൈവവചനത്തിൻ്റെ ഏറ്റവും ഉന്നതമായൊരു വചനം എന്ന് ഞാൻ പറയും. നമ്മുടെ രക്ഷാകരമായ പ്രവൃത്തിയുടെ ആ വെളിപ്പെടുത്തലാണ് യോഹന്നാൻ 14:20. ഈശോവരൻ, ആ ദിവസം നിങ്ങൾ അറിയും ഞാൻ പിതാവിൻ്റെ ഉള്ളിൽ, എന്ന് പറഞ്ഞാൽ പിതാവ് എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. രക്ഷകനായി വന്ന യേശുവിനെ പിതാവിൻ്റെ ഹൃദയമാണ്, പിതാവിൻ്റെ സ്നേഹമാണ്, പിതാവിൻ്റെ രൂപമാണ്, പിതാവിൻ്റെ പ്രവൃത്തിയാണ് യേശു. പിതാവിനെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിൻ്റെ ഉള്ളിലും, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു എന്ന് പലപ്പോഴും കേട്ട അപ്പോസ്തലന്മാർ. ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. രണ്ടാമത് കേട്ടെന്താ, ഇവനെൻ്റെ പ്രിയ പുത്രനാകുന്നു, ഇവനെ ശ്രവിക്കുവിൻ. പിതാവിൻ്റെ ഉള്ളം നിറഞ്ഞു നിൽക്കുന്നവനാണ് യേശു. പിതാവിൻ്റെ ഉള്ളിലാണ് യേശു. പക്ഷെ നമ്മളോ ഈ പറഞ്ഞ നമ്മൾ ലോകമോഹങ്ങളിൽപ്പെട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോലും, അന്ന് പുറപ്പാട് മലമുകളിൽ ദൈവം ഇറങ്ങി വന്നപ്പോൾ മലയ്ക്ക് ചുറ്റും വേലി കെട്ടണമെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ. ദൈവത്തിൻ്റെ അടുത്തേക്ക് വരാൻ പോലും നമുക്ക് പറ്റില്ല. അപ്പം അത് യേശു എന്താ ചെയ്തത്? നമ്മളെ യേശു സ്നേഹിച്ചു. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മളെ, ലോകം മുഴുവനെയും, ലോകത്തിലുള്ള സകല മനുഷ്യരെയും, സകല പാപികളെയും, സകല ജാതി ജനതകളെയും യേശു തൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു. യേശു സ്നേഹിച്ചു. യേശുവിൻ്റെ ഹൃദയത്തിൽ ചങ്കിത്തൊട്ട് സ്നേഹിക്കുന്നത് പറയത്തില്ലേ? അപ്പൊ നമ്മൾ മനുഷ്യവർഗം മുഴുവനും യേശുവിൻ്റെ ഉള്ളിലാക്കി. യേശു സകല ജാതി ജനതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് മറ്റുള്ളവർ, നമ്മൾ അനേകരെ തള്ളിക്കളയാണ്. നിനക്ക് ചിന്തിച്ചല്ലേ, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രശ്നം. നമ്മളങ്ങനെ ആക്കണ്ട. യേശുവിൻ്റെ ഉള്ളിലാണ് അവരും. കൊളോസ്യലേഖനം 3 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ് അനാദികാലം മുതലേ ദൈവം എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ഉള്ളിലാക്കിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്കാകാൻ പറ്റാത്തത് കൊണ്ട് യേശു എന്താ ചെയ്തത്? നമ്മളെ യേശുവിൻ്റെ ഉള്ളിലാക്കി. യേശുവിൻ്റെ ഉള്ളിലാക്കിയപ്പോൾ യേശു എവിടെയാ? യേശു പിതാവിൻ്റെ ഉള്ളിലാണ്. അപ്പൊ നമ്മളെ പിതാവിൻ്റെ ഉള്ളിൽ കയറ്റാൻ യേശു ചെയ്ത കാര്യമാണ്, യേശു നമ്മളെ അവൻ്റെ ഉള്ളിലാക്കി. ത്രൂ ഹിം, വിത്ത് ഹിം, ഇൻ ഹിം. അവൻ്റെ ഉള്ളിലാക്കി നമ്മുടെ സകല പാപങ്ങൾക്കും അവൻ പരിഹാരം ചെയ്തു.
അങ്ങനെ നമ്മളെ ദൈവപിതാവിൻ്റെ സ്നേഹപാത്രങ്ങളാക്കി മാറ്റി. പിതാവിൻ്റെ സ്നേഹത്താൽ നമ്മളെ പാപികളായി നമ്മളെ നിത്യതയിലേക്ക് ദൈവമക്കളുടെ ആ സ്ഥാനത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിലൂടെ അല്ലേ ഞങ്ങളൊന്ന് അറിയും. യോഹന്നാൻ 14:20 ഞാൻ പിതാവിൻ്റെ ഉള്ളിലും നിങ്ങൾ എൻ്റെ ഉള്ളിലും ഞാൻ നിങ്ങളുടെ ഉള്ളിലും എന്ന് പറയുമ്പോൾ യേശു നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും അവനെ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിന്റെ ആ കണ്ണി പൂർണ്ണമാവുകയാണ്. നമ്മൾ യേശുവിൻ്റെ ഉള്ളിലാകുമ്പോൾ ഒരിക്കലും നമ്മൾ അവനെ വിട്ടുപോകില്ലല്ലോ. യേശു നമ്മുടെ ഉള്ളിലാകുമ്പോൾ നമ്മൾ അവനെ ഹൃദയത്തിൽ പൂജിക്കുകയാണ്, സ്നേഹിക്കുകയാണ്. അപ്പം നമ്മളെന്നും അവൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്, ബലവാനാണ്. അപ്പോൾ യേശു ചെയ്ത കാര്യം എന്താ? കൃപ എന്താ? നമ്മെ പാപികളായ നമ്മെ അവൻ ഹൃദയത്തിൽ സ്നേഹിച്ചുകൊണ്ട് സ്വീകരിച്ചു. അവൻ്റെ ഉള്ളിൽ ഇതാണ് നമുക്ക് വേണ്ടി അവൻ അവൻ്റെ കൃപ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയെന്ന് പറഞ്ഞതാണ്. വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ അപരിമയമായ കൃപാവര സമൃദ്ധിയെ വ്യക്തമാക്കാൻ ഇപ്രകാരം ചെയ്തത് വിശ്വാസം വഴി. എന്താ വിശ്വാസം? യേശു എന്നെ അവൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ചു, പാപിയായിരുന്നിട്ടും. എന്നിട്ട് അവൻ എൻ്റെ ഉള്ളിലേക്ക് വരാനായി എൻ്റെ ഉള്ളത്തെ വിശുദ്ധീകരിച്ചു. അവൻ എൻ്റെ ഉള്ളിൽ ആത്മാവായി വന്ന് വസിക്കുന്നു. ഇതാണ് വിശ്വാസം. ആ വിശ്വാസത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല. നമ്മുടെ പിതാക്കന്മാരുടെ പള്ളി പണിയിച്ചു കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഇടവക പള്ളി പണിയാനായിട്ട് നമ്മുടെ കാരണന്മാർ, നല്ല കാര്യമാണ് അതൊക്കെ. അതുകൊണ്ടൊന്നുമല്ല നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മുടെ പള്ളി പണിയാനായിട്ട് കുറേയധികം കാശ് കൊടുത്തു, നല്ല കാര്യമാണ്, ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതൊന്നുമല്ല. ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് യേശുവിൻ്റെ ഉള്ളിൽ നമ്മളെ ആക്കിയതാണ് നമ്മുടെ രക്ഷയിലേക്ക് വരാനായി. അത് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് നിങ്ങളുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല, നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. പള്ളിയിൽ പോകുമ്പോൾ ഞാൻ ഇവിടുത്തെ പ്രധാനിയാണ്, കാരണം എന്താ, ഞാൻ ഈ പള്ളിക്ക് കുറേ കാശ് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ പറയാറുണ്ട്, എൻ്റെ അപ്പന് കുറേ കാശ് കൊടുത്തിട്ടുണ്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ വെറുതെയാണ് ഉള്ളത്. അതിലാരും അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി അനാദിയിലെ നമ്മളെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചതാണെന്ന്. കുറവുള്ളവരായിരുന്നിട്ടും ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ എന്താ? ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്ന സുവിശേഷത്തിലൂടെ, അതായത് ഈ ലോകമോഹങ്ങൾ ലൂക്ക 12 ഫോഷനായ ധനികനാണ് തർക്കട്ട്. എന്നാൽ ലോകത്തിൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആഗ്രഹം സാധിച്ചുകൊണ്ട് അല്ലേ പണമുണ്ടാക്കാൻ വേണ്ടി, ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ജനക്കൂട്ടത്തിന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് നമ്മുടെ പ്രശ്നമല്ല ഇന്ന്. എൻ്റെ സഹോദരൻ എന്നേക്കാൾ കൂടുതൽ സ്ഥലമുണ്ട്. എൻ്റെ സഹോദരനല്ല, എൻ്റെ സഹോദരി പറയാണ്, എൻ്റെ സഹോദരന്മാരെല്ലാം അങ്ങോട്ട് കൂടി ഞങ്ങളുടെ സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിരിക്കുകയാണ്. അത് പങ്കുവെക്കാനായിട്ട് ദൈവം തരാൻ വേണ്ടിയിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഇത് ലോകത്തെ എല്ലാ കുടുംബത്തിലുണ്ട്. എവിടെ ചെന്നാലും ഉണ്ട് ഈ പ്രശ്നം. ഏത് കുടുംബത്തിലേക്ക് പ്രശ്നം ഇതാണ്. അനേകരോട് സംസാരിക്കുമ്പോഴുള്ള പ്രശ്നം ഇതാണ്. അപ്പൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇത് പ്രശ്നമാണ്. അപ്പോൾ ഒരാൾ വന്ന് യേശുവിൻ്റെ അടുത്ത് ഈ പ്രശ്നമായിട്ട് വരുവാണ്. എന്താ? ഗുരു, പിതൃസ്വത്ത് ഞാനുമായി പങ്കുവെക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ. നമ്മളോട് യേശു നമ്മുടെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഈ കാര്യത്തിന് വേണ്ടി യേശു നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു വിചാരിക്കുന്നുണ്ട്. ഇല്ല. കാരണം യേശു എന്താ പറഞ്ഞത്? ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? നമ്മുടെ ഭൂമിയിലെ സ്വത്ത് ഭാഗിക്കാമെന്നപോലെ യേശു വന്നിരിക്കുന്നു. ഈ ഭൂമിയിലെ സ്വത്ത് കൊണ്ട് ഒരു പ്രയോജനമില്ല. കർത്താവ് അതിലേക്ക് നോക്കുന്ന പോലുമില്ല. അപ്പം നമ്മൾ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വെറുതെയാണ്. അതെല്ലാം നമ്മുടെ സമയം വെറുതെ കളയണം. ഈശോ എന്താ പറഞ്ഞു? എന്നിട്ട് അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. എന്നിട്ട് ഉപമ പറഞ്ഞില്ല. ധനവാനായ ഒരു മനുഷ്യൻ നല്ല ഗോതമ്പൊക്കെ കിട്ടിയപ്പോൾ, കുറേ ധാരാളം കിട്ടിയപ്പോൾ അറപ്പുരയൊക്കെ പൊളിച്ചു പണിതിട്ട് അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? അവനത് അനേക വർഷങ്ങൾക്ക് വേണ്ടി അവനൊന്ന് പറയും, എൻ്റെ ആത്മാവേ ആനന്ദിക്കുക, അനേക വർഷങ്ങൾക്ക് വേണ്ടി വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ? ബാങ്കിലെ ബാലൻസും സ്വർണവും ആഭരണങ്ങളും ഇതെല്ലാം കരുതി വച്ചിരിക്കുകയാണ്. ആത്മാവെ ആനന്ദിക്കുക, അനേക വർഷങ്ങൾക്ക് വേണ്ടി നിനക്കായി സംഭരിക്കപ്പെട്ടു. വിശ്രമിക്കുക,
തിന്നു കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സമ്പത്ത് സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കാൻ. ഈ ശരീരവും ഈ സമ്പത്തും ഒക്കെ തീജ്വാലയിൽ ദഹിച്ചു പോകുന്നതാണ്. ലോക അവസാനത്തിൽ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇതെല്ലാം ചാരമായി പോകുന്നതാണ്. ഇതെല്ലാം ഡയമണ്ട് വരെ ചാരമായി പോകും, ഒരു പ്രയോജനമില്ല. സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാവിനോട് ഒന്ന് നന്മ, വിശുദ്ധി, സ്നേഹം, ചുരുക്കി പറഞ്ഞാൽ ദൈവസ്നേഹവും പരസ്നേഹവും, മറ്റുള്ളവരെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അല്ലെ എന്ന് പറയുമ്പോൾ യേശു എന്താ പറയുക, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുക, യേശുവിൻ്റെ പിന്നാലെ നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലൂക്ക 9:23 അവൻ സ്വയം തന്നെ തന്നെ ശൂന്യനാക്കുക. ഈ ധനവാൻ, വേറൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ധനവാൻ വന്ന് സ്വർഗരാജാവാസ് ഈശോ പറഞ്ഞു, നിനക്കുള്ള സമ്പത്ത് മുഴുവൻ വിറ്റ് ദരിദ്രർക്ക് കൊടുത്തേക്കാം, എന്നിട്ട് എന്നെ അനുഗമിക്കുക. കേട്ടാൽ വെറും മണ്ടത്തരമാണ്. നമ്മൾ പറയും യേശുവിന് പോലും വലിയ വിവരമൊന്നുമില്ല, ഈ ലോകത്ത് ജീവിക്കാൻ പണമില്ലെങ്കിൽ കാര്യം നടക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് വിവരമില്ലെന്ന് അവൻ തലകുനിച്ചു പോയി. കാരണം എന്താ, അവൻ വിചാരിച്ചു യേശുവിന് വലിയ വിവരമൊന്നുമില്ല, ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ 4 കാശ് വേണം. പക്ഷെ ഈ ലോകത്തിലല്ല ജീവിതം ധന്യമാകുന്ന നിത്യതയ്ക്ക് വേണ്ടി പണത്തിൻ്റെ പേരിൽ സ്നേഹം നഷ്ടപ്പെടുത്തരുത്. സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ പേരിൽ ആരോട് സ്നേഹം നഷ്ടപ്പെടും. നമ്മൾ നരകത്തിൻ്റെ വഴിയിലാണിപ്പോൾ, ദൈവത്തിൻ്റെ വഴിയിലല്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഇത് കൊടുക്കുക, വിട്ടുകൊടുത്തേക്കോ, പൊക്കോട്ടെ, നിനക്ക് നിത്യത വേണോ, ശാന്തമാകുക. ദൈവസന്നിധിയിൽ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കാം. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിനെയാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ഈശോ അർപ്പിച്ചു. പ്രിയമുള്ളവരെ, കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. ലൂക്ക 15 നമ്മൾ പലപ്പോഴും ചിന്തിച്ചാണ്, ഈശോ നമ്മളെ തേടി വരികയാണ്. ഒരാത്മാവ്, നഷ്ടപ്പെട്ട ഒരാത്മാവിനെ, ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യകളുടെ ഒക്കെ ഇടയിൽ യേശു ഇറങ്ങിപ്പോയപ്പോൾ അത് കണ്ട് പരീശരും നിയമജ്ഞരൊക്കെ പെറുപുറത്തു. ഇവൻ ചുങ്കക്കാരുടെയും വേശ്യകളുടെയും ഒക്കെ കൂടെയാണ്. അപ്പോൾ യേശു 3 ഉപമകൾ പറഞ്ഞുകൊണ്ടാണ് അവർ. ഒന്ന്, കാണാതെ പോയ ആടിൻ്റെ ഉപമ. ആടിന് കരയാം, ഒച്ച കേട്ടാൽ ആ ഇടയന് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തെ, കാണാതെ പോയ നാണയം ചെന്ന് വീഴുമ്പോൾ മാത്രം ഒച്ച വെക്കും, പിന്നെ അത് എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയൊരു വിധവ ആ നാണയം കണ്ടുകിട്ടുന്നൊരു വീട് മുഴുവനും അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരോടും വിളിച്ചു പറയുന്ന ഇത് ഈശോയാണ്. ലോകത്തില് എവിടെയാണെന്ന് പോലും അറിയില്ല, ദൈവവുമായി സഭയുമായിട്ട് ബന്ധമില്ല, കൂനാശയില്ല, പ്രാർത്ഥനയില്ല, ദൈവം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ പോലും ചത്ത നാണയത്തിന് ജീവനില്ലല്ലോ. അതുപോലെ ആത്മീയമായ മൃതമായ അവസ്ഥയിൽ ആണെങ്കിൽ പോലും നമ്മുടെ ലോകം മുഴുവനും അടിച്ചുവാരി എവിടെയാണെങ്കിലും നമ്മെ കണ്ടെടുക്കുന്നത് വരെ അടങ്ങിയിരിക്കാത്ത ഒരു ക്രിസ്തുവാണ് ആ ഒരു മേഖല ഈശോ പറഞ്ഞത്. കണ്ടുകിട്ടുവോളം നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. മൂന്നാമത്തെയാണ് മുടിയനായ പുത്രൻ. അവന് വീടറിയാം, വിളിക്കാനറിയാം, അവൻ തിരിച്ചു വരാൻ എളുപ്പമാണ്. അപ്പോൾ ഈ 3 അവസ്ഥയിലാണെങ്കിലും നമ്മളെ തേടി വന്ന് കണ്ടെടുക്കുന്ന ഒരു ഇടയനാണ് യേശു ക്രിസ്തു. ശരീരം അല്ല, ആത്മാവാണ് നിത്യതയിലേക്ക്. ആ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കട്ടെ പ്രിയമുള്ളവരെ. പരിശുദ്ധ പരമാ ദീവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.